ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കേണ്ടതും അതുപോലെ അതിൻ്റെ ഉത്തരങ്ങൾ പറയേണ്ടതുമായിട്ട് വരും. എപ്പോഴും സംഭാഷണങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, ചോദ്യങ്ങളുണ്ടാവും, ഉത്തരങ്ങളുണ്ടാവും. പക്ഷേ പലപ്പോഴും നമ്മൾ ഉത്തരങ്ങൾ പറയുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ ഇതിലൊതുക്കാറുണ്ട് അല്ലേ? പക്ഷേ അത് ഒരു ശരിയായ രീതിയല്ല. എന്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രം പറയുക എന്നത് ഒരു പൊളൈറ്റായിട്ടുള്ള ഒരു രീതിയല്ല. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഷോർട്ട് ആൻസേഴ്സ് എങ്ങനെ പറയും എന്നാണ്. യെസ് അല്ലെങ്കിൽ നോ എന്നല്ലാതെ കുറച്ചുകൂടി വലുതാക്കി എങ്ങനെയാണ് പറയുക, ഷോർട്ട് ആൻസേഴ്സ് തന്നെ. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഡു യു പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്നല്ലേ അതിൻ്റെ മീനിങ്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നാണ് പറയുക. പക്ഷേ അതല്ലാതെ എങ്ങനെയാണ് പറയുക? ഡു യു പ്ലേ ക്രിക്കറ്റ്, ഇത് ക്രിക്കറ്റ് കളിക്കാറുണ്ടെങ്കിൽ യെസ് ഐ ഡു എന്ന് പറയാം. യെസ് എന്നല്ലാതെ യെസ് ഐ ഡു എന്ന് പറയാം. യെസ് ഐ പ്ലേ എന്നല്ല, യെസ് ഐ ഡു. ഇനി ക്രിക്കറ്റ് കളിക്കാറില്ല എന്നാണ് ആൻസർ പറയേണ്ടതെങ്കിൽ നോ ഐ ഡോണ്ട് എന്ന് പറയാം. നോ എന്നതിന് പകരം നോ ഐ ഡോണ്ട്. വളരെ ഈസിയാണ് അത്തരം ആൻസേഴ്സ് പറയാൻ, ഷോർട്ട് ആൻസേഴ്സ്. ഇപ്പോൾ ഡു യു പ്ലേ ക്രിക്കറ്റ് നോക്കൂ, ഡു എന്ന ഒരു ഓക്സിലിയറി വേർബിനെ നമ്മൾ എടുത്തു. യെസ് ഐ ഡു, ഐ എന്നത് സബ്ജക്റ്റ്, യെസ് ഐ ഡു. ഇനി ഡസ് ഹീ പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിച്ചാലോ? ഡസ് ഹീ പ്ലേ ക്രിക്കറ്റ്, അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവിടെ ഓക്സിലിയറി വേർബ് എന്താ? ഡസ് എന്നതാണ്. അപ്പോൾ നമുക്ക് ആൻസർ പറയേണ്ടത് അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഉണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ യെസ് ഹീ ഡസ്. നോക്കൂ, ഡസ് എന്ന ആ ഒരു ഓക്സിലിയറി വേർബിനെ നമ്മൾ എടുത്തു. യെസ് ഹീ ഡസ്. അവൻ ക്രിക്കറ്റ് കളിക്കാറില്ല എന്നാണ് നമുക്ക് മറുപടി പറയേണ്ടതെങ്കിൽ നോ ഹീ ഡസിൻറ്റ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത്തരം ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. ഡു യു പ്ലേ ക്രിക്കറ്റ് എന്ന് ചോദിക്കുമ്പോഴും ഡസ് ഹീ പ്ലേ ക്രിക്കറ്റ് എന്നൊക്കെ ചോദിക്കുന്നത് അതൊക്കെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് അല്ലേ? ഇനി പാസ്റ്റ് ടെൻസിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കതുപോലെ തന്നെ ആൻസർ പറയാം. ഫോർ എക്സാമ്പിൾ, ഡിഡ് ഹീ പ്ലേ യെസ്റ്റർഡേ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് ഹീ പ്ലേ യെസ്റ്റർഡേ, ഡിഡ് ആണ് അവിടെ ഓക്സിലിയറി വേർബ്. ഡിഡ് ഹീ പ്ലേ യെസ്റ്റർഡേ, അവൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചോ എന്നാണ്. അപ്പോൾ ഇല്ല എന്നാണെങ്കിൽ നോ എന്നതിന് പകരം നോ ഹീ ഡിഡിൻറ്റ് എന്ന് പറയാം. ഇല്ല അവൻ കളിച്ചു എന്നാണെങ്കിലോ യെസ് ഹീ ഡിഡ്. യെസ് ഹീ ഡിഡ് അല്ലെങ്കിൽ നോ ഹീ ഡിഡിൻറ്റ് എന്ന് പറയാം. ഡിഡ് യു പ്ലേ ക്രിക്കറ്റ് യെസ്റ്റർഡേ എന്നാണെങ്കിലോ ഡിഡ് യു പ്ലേ ക്രിക്കറ്റ് യെസ്റ്റർഡേ, നോ ഐ ഡിഡിൻറ്റ്. ഇല്ല ഞാൻ കളിച്ചില്ല. ഞാൻ കളിച്ചെങ്കിലോ യെസ് ഐ ഡിഡ്. ഇതുപോലെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ടെൻസിലും നമുക്കതുപോലെ തന്നെ പറയാം. ഏത് ടെൻസ് ആണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടാക്കാം. ഒരു പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് പറയട്ടെ. ഹാവ് യു ഈറ്റൺ ഫുഡ്, നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്നാണ്. ഹാവ് യു ഈറ്റൺ ഫുഡ്. അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു എങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ് ഐ ഹാവ്. ഹാവ് എന്നതാണ് അവിടെ ഓക്സിലിയറി വേർബ്. യെസ് ഐ ഹാവ്. ഇനി നമ്മൾ കഴിച്ചില്ല എങ്കിൽ നോ ഐ ഹാവിൻറ്റ്. ഐ ഹാവിൻറ്റ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിൽ ഷോർട്ട് ആൻസേഴ്സ് നമുക്ക് പറയാം. നോ അല്ലെങ്കിൽ യെസ് എന്ന് പറയുന്നത് ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയല്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ പറയാൻ വളരെ ഈസിയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞ് ശീലിക്കാം. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ടിത് മനസ്സിലാവും. ഡു യു സ്പീക്ക് ഫ്രഞ്ച്, നിങ്ങൾ ഫ്രഞ്ച് സംസാരിക്കുമോ? ഇവിടെ എന്താ ആൻസർ പറയേണ്ടത്? നമുക്ക് ഫ്രഞ്ച് സംസാരിക്കുമെങ്കിൽ യെസ് ഐ ഡു എന്ന് പറയാം. അതല്ലെങ്കിൽ നോ ഐ ഡോണ്ട്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് നോക്കാം. ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്, നിങ്ങൾ നിങ്ങളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തോ എന്നാണ്. ഡിഡ് ആണ് ഇവിടെ ഓക്സിലിയറി വേർബ്. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ പറയേണ്ടത്? ഹോംവർക്ക് ഫിനിഷ് ചെയ്തെങ്കിൽ ഇങ്ങനെ പറയാം, യെസ് ഐ ഡിഡ്. ഇനി ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ നോ ഐ ഡിഡിൻറ്റ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസായി. ഇനി പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസ് നോക്കൂ. ഹാവ് യു സീൻ ദാറ്റ് മൂവി, നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടോ എന്നാണ്. ഇതിന് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? യെസ് ഐ ഹാവ്. നോക്കൂ, ഹാവ് ആണ് ഇവിടെ ഓക്സിലിയറി വേർബ്. ഹാവ് യു സീൻ എന്നല്ലേ?
അപ്പോൾ യെസ് ഐ ഹാവ്. ഇനി മൂവി കണ്ടിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നോ ഐ ഹാവിൻറ്റ്. ഹാവ് യു റെഡ് ദാറ്റ് ബുക്ക്? യെസ് ഐ ഹാവ് എന്ന് പറയാം. അതല്ലെങ്കിൽ നോ ഐ ഹാവിൻറ്റ്. ഹാവ് യു വിസിറ്റഡ് തായ്ലൻഡ്? തായ്ലൻഡ് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് ഐ ഹാവ്. ഇനി വിസിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ നോ ഐ ഹാവിൻറ്റ്. ആർ ദേ മാരീഡ്? അവർ മാരീഡ് ആണോ? നമുക്ക് രണ്ട് ആൻസേഴ്സ് പറയാം. മാരീഡ് ആണ് എന്നാണ് പറയേണ്ടതെങ്കിൽ യെസ് ദേ ആർ. നോക്കൂ, ആർ എന്നതാണ് ഇവിടെ ഓക്സിലിയറി വേർബ്. അപ്പോൾ അതുപയോഗിച്ചിട്ടാണ് നമ്മൾ ആൻസർ പറയുന്നത്. യെസ് ദേ ആർ. ഇനി അല്ല അവർ മാരീഡ് അല്ല എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിലോ നോ ദേ ആർ ഇൻറ്റ്. വിൽ ഇറ്റ് ബി എക്സ്പെൻസീവ്? അത് വില പിടിച്ചതായിരിക്കുമോ? എക്സ്പെൻസീവ് എന്നാൽ വില കൂടിയത്. അത് വില പിടിച്ചതായിരിക്കുമോ? എന്തെങ്കിലും ഒരു വസ്തു നമുക്ക് വാങ്ങണം, അപ്പോൾ അത് വില പിടിച്ചതായിരിക്കുമോ എന്ന് ചോദിക്കില്ലേ? അതാണ് വിൽ ഇറ്റ് ബി എക്സ്പെൻസീവ്. നമുക്ക് രണ്ട് തരത്തിൽ ആൻസർ പറയാം. അതേ വില പിടിച്ചതായിരിക്കും എന്ന് പറയണമെങ്കിൽ യെസ് ഇറ്റ് വിൽ എന്നാണ് പറയേണ്ടത്. അതല്ല എങ്കിൽ നോ ഇറ്റ് വോണ്ട് എന്നാണ് പറയേണ്ടത്. വിൽ എന്നതാണ് വിൽ ഇറ്റ് ബി എക്സ്പെൻസീവ് എന്ന സെൻറ്റൻസിൽ ഓക്സിലിയറി വേർബ്. വേറൊരു സെൻറ്റൻസ് നോക്കൂ. മേ ഐ എൻറ്റർ? എനിക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന ഒരു അനുവാദം ചോദിക്കലാണ് അവിടെ. ഇപ്പോൾ നമ്മളൊരു ഡോറിന് അടുത്ത് ചെന്നിട്ട് റൂമിനുള്ളിൽ ആരോ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒന്ന് അനുവാദം ചോദിക്കില്ലേ? അപ്പോൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? മേ ഐ എൻറ്റർ. അപ്പോൾ ആൻസർ എന്താ പറയേണ്ടത്? കടക്കാം എന്നാണ് ആൻസർ പറയേണ്ടതെങ്കിൽ യെസ് യു മേ എന്നാണ് പറയേണ്ടത്. യെസ് യു മേ. ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ നോ യു മേ നോട്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മേ നോട്ട് എന്നതിന് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് ഉപയോഗിക്കില്ല. യു മേ നോട്ട് എന്ന് തന്നെ ഉപയോഗിക്കുക. ഷുഡ് ഐ ബ്രിങ് എനിത്തിങ്? ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണമോ എന്നാണ് ചോദിക്കുന്നത്. ഷുഡ് ഐ ബ്രിങ് എനിത്തിങ്? ഇവിടെ നോക്കൂ, ഓക്സിലിയറി വേർബ് എന്താണ്? ഷുഡ്. അപ്പോൾ അതിന് ആൻസർ എങ്ങനെ പറയും? രണ്ട് തരത്തിൽ ആൻസർ പറയാം. യെസ് യു ഷുഡ് എന്ന് പറയാം. അതല്ലെങ്കിൽ നോ യു ഷുഡിൻറ്റ്. ക്യാൻ യു ഡ്രൈവ്? ആൻസർ എന്തായിരിക്കും? യെസ് ഐ ക്യാൻ എന്ന് പറയാം. അതല്ലെങ്കിൽ നോ ഐ കാൺട്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓക്സിലിയറി വേർബാണ്. ഓക്സിലിയറി വേർബ് ഫസ്റ്റ് വേർബ് ആയിരിക്കും. വളരെ ഈസി ആയിട്ട് ഷോർട്ട് ആൻസേഴ്സ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ. ഇനി വുഡ് യു മൈൻഡ് എന്ന് തുടങ്ങുന്ന ചില സെൻറ്റൻസുകളിലെ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ, വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ ഡോർ എന്നൊക്കെ വുഡ് യു മൈൻഡ് വളരെ പൊളൈറ്റായിട്ട് നമ്മൾ ഒരാളോടൊരു കാര്യം ചോദിക്കുന്നതാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ എങ്ങനെ പറയും? അതിനൊരു ഷോർട്ട് ആൻസേഴ്സ് ആണെങ്കിൽ എങ്ങനെ പറയും? വുഡ് യു മൈൻഡ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ യെസ് ഐ വുഡ് എന്ന് പറയാം. അതിനർത്ഥം വിരോധമുണ്ട് എന്നാണ്. ഇനി നോ ഐ വുഡിൻറ്റ് എന്നും പറയാം. അത് ഇല്ല, എനിക്ക് വിരോധമില്ല എന്നർത്ഥത്തിലാണ്. അപ്പോൾ അതിലും ചെറിയ വ്യത്യാസം വരുത്തണം. നമുക്ക് ചോദിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസർ പറയുക. വുഡ് യു മൈൻഡ് എന്ന് ചോദിക്കുന്നത് വിരോധമുണ്ടോ? യെസ് ഐ വുഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിരോധമുണ്ട് എന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഷോർട്ട് ആൻസേഴ്സ് പറയാനും. അതേപോലെ നമ്മൾ ചോക്ലേറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾക്ക് കൂടി അത് ഓഫർ ചെയ്യണമെങ്കിൽ വുഡ് യു ലൈക്ക് വൺ എന്ന് ചോദിക്കില്ലേ? വുഡ് യു ലൈക്ക് വൺ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാം? അവിടെയും നമുക്ക് യെസ് ഐ വുഡ് എന്ന് പറയാം. അതല്ലെങ്കിൽ നോ ഐ വുഡിൻറ്റ് എന്ന്. എപ്പോഴും നമുക്ക് യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കില്ല ആൻസർ പറയേണ്ടത്. ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡൗട്ട്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഐ തിങ്ക് സോ, ഞാനങ്ങനെ വിചാരിക്കുന്നു, ഐ എം നോട്ട് ഷുവർ, ഇങ്ങനെയൊക്കെ ആൻസർ പറയാം. അല്ലാതെ യെസ് നോ തന്നെ പറയണമെന്നില്ലല്ലോ. ചില ആളുകൾ റിക്വസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കടക്കട്ടെ, നമ്മൾ ഉള്ളിലിരിക്കുകയാണ്, റൂമിൻ്റെ ഉള്ളിലിരിക്കുന്നു, അപ്പോൾ റൂമിലേക്ക് കടക്കട്ടെ എന്ന് ഒരാൾ പുറത്തുനിന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഇപ്പോൾ മേ ഐ എൻറ്റർ എന്ന് അയാൾ ചോദിക്കുകയാണ്. അപ്പോൾ യെസ് യു മേ എന്ന് പറയാം. അതല്ലെങ്കിൽ നോ യു മേ നോട്ട് എന്നും പറയാം. ഇതൊന്നും അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നോട്ട് എന്നൊക്കെ നമുക്ക് ആൻസർ പറയാം. ഓഫ് കോഴ്സ് തീർച്ചയായും ഉള്ളിലേക്ക് കടക്കാം എന്ന അർത്ഥത്തിൽ
അപ്പോൾ നോ ആൻഡ് യെസ് തന്നെ വേണമെന്നില്ല. അങ്ങനെ ഐ ആം നോട്ട് ഷുവർ, ഐ തിങ്ക് സോ, ഇങ്ങനെയൊക്കെ നമുക്ക് ആൻസർ പറയാം. അപ്പോൾ അതൊക്കെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറ്റി മാറ്റി ഉപയോഗിക്കുക. ഇനി ഇത് തന്നെ നമുക്ക് ചില നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ അറിയില്ലേ, അവന് ക്രിക്കറ്റ് കളിക്കാൻ അറിയില്ലേ എന്നൊക്കെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനും നമുക്ക് ഷോർട്ട് ആൻസേഴ്സ് പറയാം. അതിനും എക്സാമ്പിൾ നോക്കൂ. കാൺട്ട് യു സ്വിം? നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ പറ്റില്ലേ, നിങ്ങൾക്ക് സ്വിം ചെയ്യാൻ കഴിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ കഴിയും എന്ന് തന്നെയല്ലേ പറയേണ്ടത്. അപ്പോൾ യെസ് ഐ ക്യാൻ എന്ന് പറയാം, അതല്ലെങ്കിൽ നോ ഐ കാൺട്ട്. ഡസൻ ഷീ ലൈക്ക് ഡോഗ്സ്? അവൾ ഡോഗ്സിനെ ഇഷ്ടപ്പെടുന്നില്ലേ? യെസ് ഷീ ഡസ് എന്ന് പറയാം, അതല്ലെങ്കിൽ നോ ഷീ ഡസൻറ്റ്. ഡിഡൻറ്റ് ഹീ കോൾ ലാസ്റ്റ് നൈറ്റ്? അവൻ ഇന്നലെ രാത്രി വിളിച്ചില്ലേ? യെസ് ഹീ ഡിഡ് എന്ന് പറയാം നമുക്ക്, അതല്ലെങ്കിൽ നോ ഹീ ഡിഡൻറ്റ് എന്നും പറയാം. ആരൻറ്റ് ദേ മാരീഡ്? അവർ മാരീഡ് അല്ലേ? യെസ് ദേ ആർ എന്ന് പറയാം, അതല്ലെങ്കിൽ നോ ദേ ആറിൻറ്റ്. ഇനി ഒരു ചോദ്യം, അത് നിങ്ങൾക്ക് വേണ്ടി. അത് തീർച്ചയായും അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവണം. ഡു യു ലൈക്ക് മൈ വീഡിയോസ്? അതിന് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് ഞാൻ പറയാം. നോ ഐ ഡോണ്ട്, നോ ഐ ഡിഡിൻറ്റ്, യെസ് ഐ ഡു, നോ ഐ ഡു. ഏതാണ് നിങ്ങളുടെ ആൻസർ എന്ന് മറക്കാതെ എഴുതുക.